ഇനി നമുക്ക് വളരെ എളുപ്പത്തിലുള്ളൊരു മുട്ടക്കറിയും അതുപോലെ തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മൾ കടുക് വറുത്തിട്ട് ഇതിലേക്ക് സബോളയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിന് സബോളയുടെ ജസ്റ്റ് കളർ ഒന്ന് മാറിയാൽ മാത്രം മതി. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമുക്കിനി ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയേണ്ടത് ജസ്റ്റ് ആട്ടപ്പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുക, ഉപ്പൊഴിക്കുക, അതിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. സിമ്പിളാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ, എളുപ്പവുമാണ്. ഇപ്പം നമ്മുടെ സബോള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് ഈ ഒരു മസാലയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് എളുപ്പം ഈ മസാലയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇതൊരു ജസ്റ്റ് ചെറിയൊരു ടിപ്പാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാല കുക്ക് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ മേളിൽ എണ്ണ തെളിയുമ്പോഴേക്കും നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് വരഞ്ഞിട്ടിട്ട് കൊടുക്കുക. പിന്നെ ഈ മസാലയൊക്കെ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി. ഇനി നമുക്ക് മുട്ടക്കറിയും ഗോതമ്പ് ദോശയും കഴിക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളുടെയൊക്കെ എന്തായിരുന്നു എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.